ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. നാളെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ട്. അപ്പം അതിലേക്ക് കിടക്കട്ടെ, ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം. അങ്ങനെ ഞാൻ ബർത്ത്ഡേക്ക് ഒരു സീക്രട്ട് കേക്ക് 12 മണിക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ആ വാർഡ്രോബിൻ്റെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാം, അവിടെ ഒരാൾ എല്ലാ തുണിയെടുത്ത് വലിച്ചിടുന്നത്. ഫുള്ള് കാണിക്കാത്തത്, ആൾ ഡ്രസ്സൊന്നും ഇട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇതാണ് ഇവിടെ ഉള്ള അവസ്ഥ. ഇതിൻ്റെ ഉള്ളിലാണ് കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാണേന്ന് തോന്നുന്നില്ല. വലിയ ഗിഫ്റ്റൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും പൊട്ടിച്ച് നോക്കാം. ഇന്നലെ രാത്രി 12 മണീൻ്റെ പാളിപ്പോയെങ്കിലും ഇപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്താണ് ഗിഫ്റ്റ് എന്ന്. വലിയ ഗിഫ്റ്റൊന്നും അല്ല, ചെറിയ ഗിഫ്റ്റാണ്. വലിയ പെട്ടിയാണെന്ന് വിചാരിച്ചിട്ട് വലിയ പ്രതീക്ഷകൾ പാടില്ല. ചെറിയ ഗിഫ്റ്റാണ്, വലിയ പൈസയുടെ ഗിഫ്റ്റൊന്നും അല്ല. ഒന്നും മിണ്ടാണ്ടിരി വേണ്ട. അതൊരു ഇതാണ് പെർഫ്യൂം. യെസ്, ഈ പെർഫ്യൂം സെറ്റാണ്. യെസ്, ഇത് സ്പെഷ്യൽ ടൈപ്പ്. നല്ല വൃത്തിയുള്ളൊരു ബാഗ് ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചു. ആമസോണിൽ കണ്ടപ്പോൾ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ തോന്നി, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയത്. ഇങ്ങനെ ചുമലിൽ കൂടി ഇടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടല്ലോ. യെസ് യെസ്, ഓ ഭാഗ്യം, ഇങ്ങനെയൊക്കെ ഒരു അഭിപ്രായം കേട്ടല്ലോ. ഗിഫ്റ്റ് ഇഷ്ടമായി തോന്നുന്നു. ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം നമുക്ക്. മുന്നോട്ട് വിടാം, ബാക്കോട്ട് വിടാം. ലൂസാണോ, ടൈറ്റ് ചെയ്യാല്ലേ. ഇതാണ് നമ്മുടെ സെറ്റപ്പ് ബാഗ്. ചാർജറ്, സ്പ്രേ, ബ്യൂട്ടീഷ്യൻ ഐറ്റംസ് ഇത്യാദികളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാക്കോട്ടും ഇടാം, മുന്നോട്ടും ഇടാം. ബാക്കോട്ടിട്. ബാക്കോട്ട് ഇങ്ങനെ അയക്കില്ല, തിരിച്ചയക്കും. ഐ മീൻ ഇത് തിരിച്ചിടുന്നു. അങ്ങനത്തെ. പക്ഷെ അവിടെ ഇത്തിരി ലൂസാന്ന് തോന്നുന്നല്ലേ. തല തിരിച്ചിടണം. യെസ്, പൊളന്ന് നടക്കുന്ന സാധനം ഇപ്പുറത്തെ സൈഡിലുണ്ട്. ഇത് ഇപ്പുറത്തേക്ക് കൊടുത്തണം. സാറേ, അപ്പോൾ എങ്ങനെയുണ്ടാകുമെന്ന് നോക്കാം. വൃത്തിയിൽ നിൽക്കുമോ നോക്കാം. ഷൂ, യെസ്, ഇപ്പോഴാണ് വൃത്തിയായത് ബാഗ്. ട്രാവലിംഗ് ബാഗ്. എൻ്റെ ഹസ്ബൻഡ് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരാളായതിനാൽ ഈ ബാഗ് വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. കുറച്ച് പട്ടിഷോ ആവാം. പവനായി ശവമായി. രാവിലെ തന്നെ അപ്പിയൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുകയാണ് മാഡം ജി. ഇന്നലെ മാഡം ജിയുടെ വീഡിയോ ഇട്ടപ്പോൾ എന്തോ യൂട്യൂബ് അത് റിമൂവ് ചെയ്തു. ബേബീസിൻ്റെ വീഡിയോ അങ്ങനെ അധികം ഇടാൻ പറ്റില്ലല്ലോ, എന്തൊക്കെയോ കണ്ടീഷൻസ്, പോളിസീസ് ഒക്കെ ഉണ്ട്. അതായത് നമുക്ക് ഇത് അൺപാക്ക് ചെയ്ത് നോക്കാം. സോറി, അൺബോക്സ്. ഞാൻ നിനക്ക് വാങ്ങി തന്നതിൻ്റെ മെന്നല്ലേ ഇതിൻ്റെ ചെറുത്. അത് മതി, നല്ല ഉടുപ്പാന്ന് പറഞ്ഞു.
പ്രതീക്ഷിച്ചതിലധികം ആളുകൾ വന്നിരിക്കുകയാണ്. ഹാപ്പി അല്ല സോറി ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ടു അമൃത മനയത്ത്. അങ്ങനെ പറയരുത്. സുന്ദരിയായിട്ട് അമൃതയും സുന്ദരനായ അച്ഛനും സുന്ദരിയായ ആരുഷി. ആരാണിത്? ഇതാ ആരോഗ്യ അച്ഛന് വേറെയും ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആരോഗ്യ അതൊക്കെ തുറന്ന് നോക്കുകയാണ്. ഷർട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ വക.